1962 കോഴിക്കോട് കോർപ്പറേഷൻ നിലവിൽ വരുന്നത്. കോഴിക്കോട് നഗരം കേരളത്തിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നാണ്. പലതുകൊണ്ടും പ്രാധാന്യമുള്ളൊരു നഗരമാണ്. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയാണെങ്കിൽ, എറണാകുളം കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണെങ്കിൽ, തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ, കോഴിക്കോട് നഗരം അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് എന്നുള്ളതാണ്. കേരളത്തെ ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നഗരമാണ് ഈ നഗരം. പക്ഷെ നാളിതുവരെ ഈ നഗരത്തിലും നഗരത്തിനു ചുറ്റുപാടും ജീവിക്കുന്ന ജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന ഒരു ഭരണം ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. അതിന് പരിഹാരമാണ് ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ നാം വെക്കുന്നത്. അത് ഒന്ന് വികസനമാണ്, മറ്റൊന്ന് വിശ്വാസമാണ്. വികസനവും വിശ്വാസവും ജനങ്ങളുടെ അവകാശമാണ് എന്ന സമകാലിക കേരളത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യത്തെയും ആശയത്തെയും മുൻനിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം വോട്ടർമാരെയും ജനങ്ങളെയും അഭിമുഖീകരിക്കുന്നത്. ഈ മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്. കോഴിക്കോട് നഗരം യുനെസ്കോയുടെ പട്ടികയിൽ സാഹിത്യ നഗരിയാണ്, പൈതൃക നഗരിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ നഗരം സാഹിത്യ നഗരിയായതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. സാഹിത്യ നഗരിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണാധികാരികൾ ചെയ്യേണ്ടിയിരുന്നത് ഈ നഗരത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മൂക്കുപൊത്താതെ നടക്കാനാവശ്യമായ ഒരു സാഹചര്യം ഈ കോഴിക്കോട് സൃഷ്ടിക്കുകയായിരുന്നു ഇവരെല്ലാവരും ചെയ്യേണ്ടത്. അതുകൊണ്ട് സാഹിത്യ നഗരമല്ല നമുക്കാവശ്യം ശുചിത്വ നഗരമാണ്. ഈ കോഴിക്കോടിന് ആവശ്യം യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിക്കുകയല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ, കുടിവെള്ളം കുടിച്ച് ജീവിക്കാൻ ആവശ്യമായ, ശുദ്ധമായ വായു ശ്വസിച്ച് ജീവിക്കാൻ ആവശ്യമായ ഒരു നഗരമാണ്, ശുചീകരിച്ച ഒരു നഗരമാണ് ഈ കോഴിക്കോട്ടുകാർക്ക് ആവശ്യം. അതുകൊണ്ട് ആ ശുചിത്വം ഉറപ്പുവരുത്താൻ, ഈ നഗരത്തിന്റെ വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഒരു ജനവിധി ഉണ്ടാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിനെയും 11 കൊല്ലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെയും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കിട്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 കൊല്ലക്കാലമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2014 മുതൽ ഈ കഴിഞ്ഞ 11 വർഷവും മോഡി ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു പദ്ധതി ഈ സർക്കാർ അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പദ്ധതി സർക്കാർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ? 2014 അന്നു മുതൽ ഇന്ന് വരെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓരോ പദ്ധതികളും നാം നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു പദ്ധതി പോലും നാം ഇടക്കുപേക്ഷിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ സംസ്ഥാന സർക്കാർ നോക്ക്, പിണറായി വിജയന്റെ ഗവൺമെന്റ് നോക്ക്. ആ ഗവൺമെന്റ് ഓരോ പ്രാവശ്യവും കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കും. ഏതെങ്കിലും പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നവംബർ മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം പ്രാവർത്തികമായോ? ഇവര് പറഞ്ഞു 2000 രൂപ ക്ഷേമ പെൻഷൻ ഞങ്ങൾ വർദ്ധിപ്പിക്കും. എന്റെ മുമ്പിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, നിങ്ങൾ വോട്ട് പിടിക്കാൻ വീടുകൾ പോകുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വീട്ടിൽ 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതായിട്ട് അവർക്ക് കിട്ടിയതായിട്ട് ബോധ്യമുണ്ടോ? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു പെൻഷൻ വർധന അവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ CPM ന്യായീകരണം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പോയി, നവംബർ മാസം 14-ാം തീയതി തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നു, ഇനി കൊടുക്കാൻ സാധിക്കില്ല, ഡിസംബർ 13 കഴിഞ്ഞാൽ കൊടുക്കുമെന്നാണ്. എന്തേ മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നോ നവംബർ 2-ാമത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന്? നവംബർ 6-ാം തീയതി ഇത് പ്രഖ്യാപിക്കുമ്പോ 10-ാം തീയതിക്ക് ശേഷം ഏത് സമയത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ കൊടുക്കാൻ സാധിക്കില്ല എന്നിവർക്കറിയാമല്ലോ. അങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് നേരത്തെ കൊടുക്കാമായിരുന്നില്ലേ? സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പ്രഖ്യാപിക്കാമായിരുന്നില്ലേ? അപ്പൊ കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. ആളുകളുടെ കണ്ണിൽ പൊടിയിടണം, അത്രമാത്രമേ ആഗ്രഹമുള്ളൂ. അതാ ഞാൻ സൂചിപ്പിച്ചത്, ഈ സർക്കാർ പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടി എന്ന് ഉറപ്പുവരുത്തി പറയാൻ വേണ്ടി സാധിക്കുമോ? അവിടെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ ജനം വിലയിരുത്തുന്നത്. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചത് ഒന്നും പാഴിലായിട്ടില്ല. നിങ്ങൾ വീടുകൾ പോകുമ്പോൾ ആ വീടുകൾ ആശാവർക്കർമാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. 18,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നായിരുന്നു 2021 പിണറായി വിജയൻ ഗവൺമെന്റ് മുദ്രാവാക്യം. അവരത് പാലിച്ചില്ല, നടപ്പിലാക്കിയില്ല. അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് എത്രയോ മാസങ്ങളായി സമരത്തിലേർപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തിയപ്പോഴാണ് അവർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞത്. ആ വർദ്ധിപ്പിച്ച പണം കിട്ടില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ നോക്ക്, 2 മാസം മുമ്പ് ഈ ആശാവർക്കർമാരുടെ സമരം തിരുവനന്തപുരത്ത് നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അവിടെ ഇൻസെന്റീവ് 3000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഒന്നൊരു മാസത്തിനകം, കഴിഞ്ഞ മാസം മുതൽ ഈ രാജ്യത്തിലെ ആശാവർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ച 3000 രൂപയുടെ അധിക വരുമാനം അവർക്ക് ലഭിക്കുകയാണ്. സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം വർദ്ധിപ്പിച്ചവർക്ക് കൊടുത്തു പറയാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നരേന്ദ്രമോദി സർക്കാരിനെയും പിണറായി വിജയൻ സർക്കാരിനെയും ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ നാട്ടിലെ നാട്ടുമ്പുറത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് വിജയകരമായി നടപ്പിലാക്കിയ ഗവൺമെന്റ് ഏത്? 2005 UPA ഗവൺമെന്റ് ഈ രാജ്യത്ത് തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരുന്നത്. ആ നിയമം കൊണ്ടുവരുമ്പോ UPA ഗവൺമെന്റ് പറഞ്ഞത് 100 ദിവസം തൊഴിൽ ദിനമുണ്ടാക്കുമെന്നായിരുന്നു. പക്ഷെ 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്ത് വരുമ്പോ ഈ രാജ്യത്തിലെ തൊഴിൽ ദിനത്തിന്റെ ശരാശരി ഏവറേജ് റേറ്റ് 60 ദിവസമാണ്. 100 ദിവസമാക്കുമെന്ന് പറഞ്ഞവർക്ക് 100 ദിവസം എത്തിക്കാൻ സാധിക്കില്ല. 60-62 ദിവസമായി അവസാനിപ്പിച്ചു. 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2015 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 ദിനം നിർബന്ധിതമായി കൊടുക്കണമെന്നുള്ള നിയമ ഭേദഗതി ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇന്ന് കമ്പൽസറിയാണ് 100 ദിനം. ഞാൻ സൂചിപ്പിച്ചത്, ഈ നാട്ടിലെ സാധാരണക്കാർക്കും വേണ്ടി, പാവപ്പെട്ടവർക്കും വേണ്ടി ആരാണ് രാജ്യത്ത് നിയമനിർമ്മാണം ഉണ്ടാക്കിയത്? 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്ത് വരുമ്പോ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ദിവസവേതനം എന്ന് പറയുന്നത് 219 രൂപയാണ്. 2025 നാം ഇന്ന് ജനങ്ങൾ നേടുമ്പോ ഈ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഈ രാജ്യത്തിലെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ദിവസക്കൂലി എന്ന് പറയുന്നത് 331 രൂപയാണ്. ആര് വർദ്ധിപ്പിച്ചു? നരേന്ദ്രമോദി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ഞാൻ സൂചിപ്പിച്ചത്, ഈ രാജ്യത്തിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, അവർക്കെല്ലാം ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റാണ്. അതുകൊണ്ട് ഈ 2 സർക്കാരുകളെ താരതമ്യം ചെയ്യാൻ കിട്ടുന്ന സന്ദർഭമാണ്. ആരാണ് ഈ രാജ്യത്തിന്റെ ഖജനാവ് സംരക്ഷിക്കുന്നത്? കഴിഞ്ഞ 11 വർഷമായി ഒരാരോപണം പോലും നരേന്ദ്രമോദി ഗവൺമെന്റിനായിട്ട് ഉയർന്നു വന്നിട്ടില്ല. പക്ഷെ കേരളത്തിൽ നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. അത് ഖജനാവ് മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ വരെയുള്ള ആരോപണമെങ്കിൽ ഇന്ന് ഖജനാവ് മാത്രമല്ല, ഖജനാവിൽ ഇപ്പൊ പ്രത്യേകിച്ച് മോഷ്ടിക്കാനൊന്നുമില്ല, അത് കാലിയായി. ഖജനാവ് കാലിയായി എന്ന് ബോധ്യമായപ്പോഴാണ് അമ്പലങ്ങൾ നേരിടാൻ, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ ഇവർ തീരുമാനിച്ചത്. ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യം മാത്രമല്ല, കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ വരുന്ന ഓരോ ക്ഷേത്രങ്ങളും CPM-ന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ കൊള്ളയടിക്കുകയാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ശബരിമലയിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് കടന്നു വന്നത്? സ്വമേധയാ കടന്നു വന്നതല്ലോ. 2013
ശബരിമലയിലെ ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷണത്തിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷിച്ച് സന്നിധാനത്തിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണ പോറ്റി. ശബരിമലയിൽ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ദുരൂഹമായിട്ടുള്ള സാഹചര്യമുണ്ട്. ആ വിജിലൻസ് റിപ്പോർട്ടിൽ ഈ പോറ്റിയെ കുറിച്ച് വിജിലൻസ് എഴുതി വെച്ച വാചകം ഈ പോറ്റി ഒരു ഷേഡി ക്യാരക്ടർ എന്നാണ്. അങ്ങനെ ഒരു ഷേഡി ക്യാരക്ടർ ആയിട്ടുള്ള വ്യക്തി സന്നിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്നിധാനത്ത് പുറത്താക്കിയിട്ടുള്ള വ്യക്തി 2016 പിന്നെ എങ്ങനെയാണ് പൂർവാധികം ശക്തിയോടുകൂടി സന്നിധാനത്തിലേക്ക് തിരിച്ചു വന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് CPM അല്ലേ? CPMന് ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോൾ അകത്താണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ക്ഷേത്രം കൊള്ളയടിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാവുന്നത്. ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ CPMന്റെ നേതാക്കന്മാരല്ലേ? എൻ വാസു 10 കൊല്ലം കൊല്ലം ജില്ലയിലെ കൊട്ടാങ്ങൽ പഞ്ചായത്തിലെ CPMന്റെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്നില്ലേ? 5 കൊല്ലം PK ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നില്ലേ? അവിടുന്ന് തെറ്റായ രീതിയിൽ നിയമവിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് എൻ വാസു ദേവസ്വം കമ്മീഷണർ ആകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമമനുസരിച്ച് ജുഡീഷ്യൽ പദവിയുള്ള ഒരു വ്യക്തി മാത്രമേ ദേവസ്വം കമ്മീഷണറാകാൻ സാധിക്കുകയുള്ളൂ. ആ നിയമം മാറ്റിമറിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം എൻ വാസു ദേവസ്വം കമ്മീഷണറാകുന്നു. അവിടുന്ന് ദേവസ്വത്തിന്റെ മെമ്പറാകുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നു. എല്ലാം മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണെന്ന് ഓരോ സന്ദർഭത്തിലും വാസു പറഞ്ഞിട്ടുണ്ട്. ആ വാസു സ്വർണം കെട്ടാൽ അതിനുത്തരവാദി മുഖ്യമന്ത്രി കൂടിയല്ലേ? പത്മകുമാർ CPMന്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ, 2 ടേം കോന്നി MLA, CPMന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ്. അദ്ദേഹം ഈ സ്വർണം മോഷ്ടിച്ചാൽ CPMന് ഉത്തരവാദിത്വമില്ലേ? ഞാൻ സൂചിപ്പിച്ചത് ശബരിമലയിലെ ഈ വലിയ കൊള്ളക്ക് നേതൃത്വം നൽകിയത് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. പത്മകുമാറും എൻ വാസുമൊക്കെ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല. അതിനു മാത്രമുള്ള ധൈര്യമൊന്നും അവർക്കില്ല എന്നെല്ലാവർക്കും അറിയാം. ഞാൻ സൂചിപ്പിച്ചത് ഇതിപ്പോ ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നോക്കൂ നിങ്ങൾ. CPMന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ്. നമ്മളെല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നവരല്ലേ? ഒരു ക്ഷേത്രം എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ളതിന്റെ മറ്റൊരു ടിപ്പിക്കൽ ഉദാഹരണമാണ് ഗുരുവായൂർ ക്ഷേത്രം. ക്ഷേത്രത്തില് ഓഡിറ്റിംഗ് നടത്തിയപ്പോ ഓഡിറ്റർമാർ ചോദിച്ച ഒരു ചോദ്യത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭരണസമിതിക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിലെ നിയമമനുസരിച്ച് ക്ഷേത്രത്തിന്റെ പണം, ദേവസ്വം ബോർഡിന്റെ പണം, ഇതെല്ലാം നാഷണലൈസ്ഡ് ബാങ്കിലെ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അതാണ് നിയമം. പക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പണം 200 കോടി നിക്ഷേപിച്ചത് കേരള ബാങ്കില്. കേരള ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. കേരള ബാങ്ക് CPMന്റെ ബാങ്കാണ്. ഈ രാജ്യത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന 100 കണക്കിന് പ്രാദേശിക സഹകരണ സംഘങ്ങളെ പോലെ, CPM കൊള്ളയടിക്കുന്ന ബാങ്കുകളെ പോലെ മറ്റൊരു CPM ബാങ്കാണ് കേരള ബാങ്ക്. ആ ബാങ്കിന്റെ പ്രസിഡന്റ് ഇപ്പൊ കോഴിക്കോട്ടുകാരനായിട്ടുള്ള CPMന്റെ നേതാവാണ്. ആ കേരള ബാങ്കിൽ എങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് 200 കോടി നിക്ഷേപിക്കുക? എന്തധികാരമാണ് അവർക്കുള്ളത്? നിയമവിരുദ്ധമായിട്ടാണ്. മാത്രമല്ല, ഗുരുവായൂർ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, പ്രതിമകൾ, ഭക്തരായിട്ടുള്ള ആളുകൾ കാണിക്കയെ സമർപ്പിക്കുന്ന സാധനങ്ങൾ, ഇതിനെല്ലാം രസീതി കൊടുക്കണം. ആ രസീത് എവിടെയെന്ന് ചോദിച്ചപ്പോ ദേവസ്വം ബോർഡ് കൈമലർത്തുന്നു. എന്താ രസീത് ഇല്ലാത്തത്? രസീറ്റ് കൊടുക്കണ്ടേ? ഈ ക്രമക്കേടാണ് ഹൈക്കോടതി ചോദിച്ചത്. ഓഡിറ്റിംഗ് റിപ്പോർട്ടിലെ ഈ വലിയ ക്രമക്കേടുകൾ ഓരോന്നോരോന്നായി ഹൈക്കോടതി ചോദിക്കുകയാണ്. ഉത്തരം പറയാൻ ഇപ്പോഴും ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന CPMന്റെ നോമിനികൾക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ 6 മാസമായി 35 ആനകൾ ചൊരിഞ്ഞു പോലും ഗുരുവായൂരിൽ. ആനകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്താ ചരിയുന്നത് എന്ന് ചോദിച്ചു കോടതി. ഉത്തരം അതിനും പറഞ്ഞില്ല.
പക്ഷെ അതിനേക്കാളേറെ ഗൗരവമുള്ളൊരു കാര്യം ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ആന ചരിഞ്ഞാൽ ആനക്ക് കൊമ്പുണ്ടാവുമല്ലോ. കൊമ്പോടുകൂടി ഒരു ആനയും സംസ്കരിക്കില്ലല്ലോ. കൊമ്പെടുത്തു മാറ്റിയില്ലല്ലേ സംസ്കരിക്കുക. ചെരിഞ്ഞ ഒരാനയും പിടിയാനയല്ല, ചെരിഞ്ഞ 35 ആനയും കൊമ്പനാനയാ. അങ്ങനെയാണെങ്കിൽ 35 ആനകൾക്ക് 70 കൊമ്പ് വേണ്ടേ? ഓഡിറ്റർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭരണാധികാരികൾ ചോദിച്ചു, ദേവസ്വം ബോർഡ് ചോദിച്ചു, ഈ 70 കൊമ്പ് ഇവിടെ കാണുന്നില്ല. ആ കൊമ്പ് ഇവിടെ പോയി. ഒരാന കൊമ്പ് എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, പക്ഷേ അതിന് ലക്ഷങ്ങളുടെയും കോടികളുടെയും വിലയാണ്. ഇതെല്ലാം ആരുടെ കൈവശമാണ് പോയിട്ടുള്ളത്? ഇതിന് ഉത്തരം പറയുന്നത് CPM നിയന്ത്രണത്തിലുള്ള ഈ ബോഡിയല്ലേ? CPM നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡല്ലേ? ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളെ മുഴുവനും CPM എന്ന് പറയുന്ന പാർട്ടി കൊള്ളയടിക്കുകയാണ്. ഈ കൊള്ള ഇനിയും അനുവദിച്ചു കൊടുക്കണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ തൊട്ടടുത്ത് വയനാട്ടിലെ തിരുനെല്ലി എല്ലാവരും പോകുന്ന അമ്പലല്ലേ? ആ തിരുനെല്ലി ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ പണം അവിടെ ഒരു പ്രാദേശിക കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി CPMകാർ പറഞ്ഞു. തിരുനെല്ലി ദേവസ്വം ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു, നിയമം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നിക്ഷേപിക്കാൻ വേണ്ടി കഴിയില്ല. ബാങ്ക് പ്രസിഡന്റ് CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ എക്സിക്യൂട്ടീവ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി, നീ മര്യാദക്ക് പണം ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ചില്ല എങ്കിൽ നീ ജീവനോടെ പോവില്ല. പാവം എക്സിക്യൂട്ടീവ് ഓഫീസർ പേടിച്ച് 15 കോടി, നിങ്ങൾ ആലോചിക്കണം, തിരുനെല്ലി ക്ഷേത്രത്തിന്റെ 15 കോടി ആ തിരുനെല്ലിയിലെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചു ചോദിച്ചു ക്ഷേത്രം. കുറച്ചു കഴിഞ്ഞപ്പോ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താൻ വേണ്ടി ആ പണം തിരിച്ചു ചോദിച്ചപ്പോ ബാങ്ക് അധികൃതർ കൈ നിർത്തി, ഞങ്ങളുടെ കൈവശമില്ല, തിരിച്ചു തരാൻ സാധിക്കില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ അവസാനം കോടതിയിൽ പോയി. കോടതി പറഞ്ഞു പണം തിരിച്ചു കൊടുക്കണം. ഹൈക്കോടതി പറഞ്ഞു പണം തിരിച്ചു കൊടുക്കണം. 15 കോടിയിൽ 8 കോടി CPM തിരിച്ചു കൊടുത്തു. ഇപ്പോഴും 7 കോടി കിട്ടിയിട്ടില്ല. ആ 7 കോടി CPM വിഴുങ്ങി. ഈ ജന്മത്തിൽ ആ 7 കോടി തിരിച്ചു കിട്ടുമെന്ന് ഒരാൾക്കും ഉറപ്പില്ല. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ പാവപ്പെട്ട ഭക്തന്മാർ കൊടുക്കുന്ന പണം, പാവപ്പെട്ട ഹിന്ദു വിശ്വാസികൾ അവൻ കൊടുക്കുന്ന പണം, അമ്പലത്തിലേക്ക് കൊടുക്കുന്ന പണം, ആ പണം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കൊള്ളയടിക്കാനുള്ളതാണോ? അതാ ഞാൻ ചോദിക്കുന്നത്. ഇത് അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശബരിമലയിൽ തുടങ്ങി കേരളത്തിലെ എല്ലാ മഹാക്ഷേത്രങ്ങളും കൊള്ളയടിക്കാൻ, അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ കട്ടെടുക്കാൻ CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് പരിശ്രമിക്കുമ്പോൾ അത് പാടില്ല എന്ന് അവരോട് പറയാൻ കേരളത്തിലെ ജനങ്ങൾ കിട്ടുന്ന അസുലഭമായിട്ടുള്ള അവസരമാണ്. ഡിസംബർ 9 ഡിസംബർ 11 കേരളത്തിലെ ജനം അത് നിറവേറ്റുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ വികസനവും വിശ്വാസവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ ആവശ്യമായ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നടത്തുന്നത്. ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ നാം കാണുന്നത്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പരമ്പരാഗതമായ ഒരു അന്ധവിശ്വാസം നാം മാറ്റുകയാണ്. കേരളത്തിലെ ആളുകളുടെ വിശ്വാസം ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF, അത്രയേ ഉള്ളൂ എന്നാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ അന്ധവിശ്വാസം നാം തൃശ്ശൂരിൽ മാറ്റിയിട്ടുണ്ട്. LDFും UDFും അല്ല, അതിനപ്പുറത്ത് ഈ രാജ്യത്ത് ജയിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി കൂടിയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. 2024 നാം തൃശ്ശൂരിലാണെന്ന് തെളിയിച്ചതെങ്കിൽ 2025 ഡിസംബർ മാസം 13-ാം തീയതി പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തിലും, എല്ലാ മുനിസിപ്പാലിറ്റിയിലും, എല്ലാ കോർപ്പറേഷനിലും നാം തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. ജയിക്കുന്ന പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള സന്ദർഭമായി ഈ കോഴിക്കോട് നഗരത്തിലും കോഴിക്കോട് ജില്ലയിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തി അവരെ വിജയിപ്പിക്കണം. നൂറുകണക്കിന് താമരകൾ ഈ നഗരത്തിന് ചുറ്റുപാടും വിരിയിക്കാനുള്ള അവസരമുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി. നന്ദി പ്രകാശിപ്പിക്കാൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമ്യ മുരളിയെ ക്ഷണിക്കുന്നു. ജനപ്രതിനിധികൾ ഉണ്ടാവേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
കഴിഞ്ഞ 12 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ സാധാരണക്കാരനെ സഹായിക്കാൻ, അവരുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവന് കൃത്യമായ ഭക്ഷ്യധാന്യങ്ങൾ, താമസിക്കാൻ ഒരു വീട്, വീടിനകത്ത് ശുദ്ധമായ വെള്ളം, വൈദ്യുതി, ഗ്യാസ് സിലിണ്ടർ, തൊഴിലവസരങ്ങൾ, വനിതകൾക്ക് പ്രത്യേകമായ സംരംഭങ്ങൾ, പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും നല്ല പോഷകാഹാരങ്ങൾ, നല്ല വിദ്യാഭ്യാസം. അങ്ങനെ മോദി സർക്കാർ ഇതിനെല്ലാം വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ കൂട്ടത്തിൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികളുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടെ കേരളത്തിൽ ഫലപ്രദമായി നടപ്പാവുന്നുണ്ട്. അഴിമതിയില്ലാതെ, കാലവിളംബമില്ലാതെ ഓരോ പൗരനും ആ പദ്ധതികളെല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ അവതാളത്തിലാണ്, പരാജയപ്പെടുകയാണ്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അനുഭവിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്കതും LDFും UDFും ഭരിക്കുന്നതുകൊണ്ട് കേന്ദ്രം എത്ര പണം കൊടുത്തിട്ടും അതിന്റെ പ്രയോജനം സാധാരണക്കാരന് ലഭിക്കുന്നില്ല. കോഴിക്കോട് നഗരത്തിൽ പ്രകാശ് ബാബു പറഞ്ഞ കുറെ പദ്ധതികൾ കേന്ദ്രം കൊടുത്തിട്ടുള്ള പണമാണ്. ഇവിടെ മെഡിക്കൽ കോളേജിൽ നമ്മൾ ചെന്നാൽ ഡോക്ടർമാരുടെ ശമ്പളം, നഴ്സുമാരുടെ ശമ്പളം, മരുന്ന്, സർജിക്കൽ ഉപകരണങ്ങൾ, മറ്റ് ലബോറട്ടറി പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കിയാൽ ഭീമമായ തുകയും നാഷണൽ ഹെൽത്ത് മിഷനാണ് നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കുന്നത്, ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നതിന്റെ അളവ് ഓരോ കൊല്ലവും കുറഞ്ഞു വരികയാണ്. കേരളത്തിൽ പൊതുജനാരോഗ്യം നന്നായി നടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കേന്ദ്ര സഹായം കൊണ്ടാണ്. മറിച്ച് പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തകർച്ചയ്ക്കും കാരണം സംസ്ഥാന ഗവൺമെന്റാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കുടിവെള്ളത്തിന്റെ കാര്യം, ജൽജീവൻ മിഷന്റെ കാര്യം എന്തായി എന്ന് എല്ലാവർക്കും അറിയാം. PM ആയുഷ്മാൻ യോജനയുടെ പരാജയം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആയുഷ്മാൻ യോജന ലോകോത്തരമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്. 5 ലക്ഷം രൂപ ഒരു വീട്ടിലെ ഓരോ പൗരനും. ലോകത്തെവിടെ ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ഇല്ല. കേരളത്തിൽ വെറും 88 ലക്ഷം ആളുകൾക്ക് അത് കിട്ടുന്നുള്ളൂ. അതിനുള്ള കാരണം 2011 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സെൻസസിൽ അവർക്ക് മാത്രമേ ഉള്ളൂ. കടുത്ത സമ്മർദ്ദമുണ്ടായി. നാട്ടിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആവശ്യങ്ങൾ വന്നു. മോദി സർക്കാർ അതിന് പരിഹാരം കണ്ടു. PM വയോവന്ദൻ യോജന അങ്ങനെയാണ് കൊണ്ടുവന്നത്. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം ഇരട്ടി തുക, സമ്പൂർണമായ ചികിത്സാ സൗജന്യം നൽകുന്ന PM വയോവന്ദൻ യോജന നടപ്പാക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് കേരളമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ, പാവപ്പെട്ടവർ, പ്രത്യേകിച്ചും ജീവിത സായാഹ്നത്തിൽ ജീവിതശൈലി രോഗങ്ങൾ, മറ്റ് ഗുരുതരമായ രോഗങ്ങളെല്ലാം ബാധിച്ച് കഷ്ടപ്പെടുന്ന ആളുകൾ, കിടപ്പ് രോഗികൾ, ലക്ഷക്കണക്കിന് മലയാളികൾക്ക് അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. പണം നൽകാൻ മോദി സർക്കാർ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭരണഘടന ഫെഡറൽ ഭരണഘടനയായതുകൊണ്ട് ഇത്തരം പോപ്പുലർ പ്രോജക്റ്റുകളെല്ലാം കേന്ദ്രവും സംസ്ഥാനവും നടപ്പാക്കണമെന്നുള്ള താല്പര്യമുള്ളതുകൊണ്ട് കേരള ഗവൺമെന്റും കൂടി നടപ്പാക്കാൻ തീരുമാനിച്ച ആ പദ്ധതി കേരളത്തിൽ നടപ്പായിട്ടില്ല. നഗരപ്രദേശങ്ങളിൽ അർബൻ PMAY കിടപ്പാൻ ഒരു കിടപ്പാടം ഇത്തവണ സംസ്ഥാന ഗവൺമെന്റ് അതിൽ ഒപ്പുവെച്ചിട്ടില്ല. 1000 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ നഗരവികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കേരളത്തിന് നൽകുന്നു. സ്മാർട്ട് സിറ്റി, അമൃത നഗരം, ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ കുടിവെള്ളം, ഗ്രാമീണ റോഡുകൾ, പാർപ്പിടം, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിനെല്ലാം വേണ്ടി മാലിന്യ നിർമ്മാർജ്ജനം,
ഇവിടെ ചൂണ്ടിക്കാണിച്ച എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ്. ആ നഗരവികസന പദ്ധതികളെല്ലാം കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ്. പണം ഇല്ലാത്തതുകൊണ്ടല്ല, പണം ലഭിക്കാത്തത് കൊണ്ടല്ല, സംസ്ഥാന ഗവൺമെന്റിന് താല്പര്യമില്ലാത്തതുകൊണ്ടും അവർക്ക് നീക്കിവെക്കാൻ പണമില്ലാത്തതുകൊണ്ടും മോദി സർക്കാർ നൽകുന്ന പണം മുഴുവൻ കേരളത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി, സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും വേണ്ടി, സ്വന്തം വീട്ടുകാരുടെ ആരോഗ്യത്തിനും വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. ശരിയായി നമ്മൾ പരിശോധിക്കണം. എങ്ങനെ നമുക്ക് LDF-ന് വോട്ട് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്ക് UDF-ന് വോട്ട് ചെയ്യാൻ കഴിയും, നമ്മൾ ആലോചിക്കണം. ഇവിടെ അയ്യപ്പൻ വിളക്ക് ഈ മൈതാനത്ത് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മാസങ്ങളോളം അയ്യപ്പ പൂജ നടക്കുന്ന, വലിയ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുതലക്കുളം. ഇന്ന് അയ്യപ്പന്മാർക്ക് ശാന്തിയോടെ, സമാധാനത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ എങ്ങനെ ശബരിമലയിൽ പോകാൻ കഴിയുന്നു? അതിഭീകരമായ കൊള്ളയല്ലേ അവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്ഷേത്ര ധ്വംസനങ്ങളാണ്, സ്വർണ്ണ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ആരാണ് ഉത്തരവാദി? ഏതെങ്കിലും ഒരു പോറ്റിയല്ല. ശബരിമലയിൽ അടക്കമുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം നടന്ന സ്വർണ്ണക്കൊള്ള സർക്കാർ ആസൂത്രണം ചെയ്ത കൊള്ളയാണ്, ഭരണകക്ഷി നേതൃത്വം നൽകി നടപ്പാക്കിയ കൊള്ളയാണ്. 2017-18 കാലയളവിൽ പിണറായി വിജയൻ സർക്കാരിനുണ്ടായ നവോത്ഥാനത്തിന്റെ ബോധോദയം ആ കാലയളവിലാണ് വിശ്വാസങ്ങൾ തകർക്കാനും ക്ഷേത്രക്കൊള്ള നടത്താനുമുള്ള തീരുമാനം അവരെടുത്തത്. ഇത് വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. ഹിന്ദു വിശ്വാസങ്ങളെ അടിച്ചമർത്തുക, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുക, അതോടൊപ്പം സഹസ്രകോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അപൂർവമായിട്ടുള്ള വൈരങ്ങളും രത്നങ്ങളും സ്വർണവും മോഷ്ടിക്കുക. അതാണ് നടന്നിട്ടുള്ളത്. ഓരോരോ തെളിവുകൾ പുറത്തു വരുമ്പോഴും ഇതിന്റെ അവസാനം എവിടെയാണ് എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ. ഭരണാധികാരികൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു? ശബരിമല പോലെ പവിത്രമായ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ആളുകൾ വരുന്ന മഹാക്ഷേത്രത്തിലെ കോടാനുകോടി രൂപ വരുന്ന സ്വർണവും രത്നവും വൈരങ്ങളും കടത്തിക്കൊണ്ടുപോയത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഏതെങ്കിലും ഒരു പോറ്റി മാത്രമല്ല. മന്ത്രിമാരുടെ പങ്കാളിത്തം, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ പങ്കാളിത്തം, അധികാരത്തിലിരിക്കുന്ന ഉന്നതന്മാരുടെ പങ്കാളിത്തം വളരെ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ആ കൊള്ള നടന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, അവരുടെ ദേവാലയങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് വെല്ലുവിളിച്ച സർക്കാരിനെതിരെയുള്ള ജനവിധി കൂടിയായി മാറണം. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം, അതുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസങ്ങളെ തകർത്തവരെ, ക്ഷേത്ര സ്വത്ത് കൊള്ളയടിച്ചവരെ നമ്മൾ വീണ്ടും അധികാരത്തിൽ കയറ്റണോ എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നല്ല പദ്ധതികളെല്ലാം ഫലപ്രദമായി കോഴിക്കോട് നടപ്പാവണമെങ്കിൽ LDF-ന് പകരം UDF വന്നതുകൊണ്ട് പ്രയോജനമില്ല. LDF-നും UDF-നും പകരമായി NDA ഭരണം ഏൽപ്പിക്കുമ്പോൾ മാത്രമാണ് ശാശ്വതമായ പരിഹാരമുണ്ടാവുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ബാലികേറ മലയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതാണ് തെളിയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നാം ജയിച്ച സീറ്റുകളെക്കാൾ 3 ഇരട്ടി സീറ്റുകളിലാണ് NDA സ്ഥാനാർത്ഥികൾ തൊട്ടടുത്ത 2ാം സ്ഥാനത്ത് വന്നത്. 76 സീറ്റിൽ 38 സീറ്റ് പിടിക്കാൻ ഇന്ന് BJP-ക്കും NDA-ക്കും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഈ നാട്ടിലെ വോട്ടർമാർ മനസ്സിലാക്കണം. BJP-യെ വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്.
അവർ മാറ്റത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അഴിമതിയില്ലാത്ത വികസനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് മാത്രം വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി. കഴിഞ്ഞ 7 മാസക്കാലമായി വികസിത കേരളം എന്ന ജനകീയ മുദ്രാവാക്യം കേരളത്തിലുടനീളം തന്നെ പ്രാവർത്തികമാക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന വികസിത കേരളം സംസ്ഥാന ഇൻചാർജ് പാർട്ടിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ജി സംസാരിക്കും. ബഹുമാന്യായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രകാശ് ബാബു, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചും പരിസരത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും നാളിതുവരെയായി മാറി മാറി നമ്മുടെ സംസ്ഥാനം ഭരിച്ച മുന്നണികളും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണം നേതൃത്വം കൊടുത്ത മുന്നണികളും എത്രയേറെ അവഗണിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഗവേഷണത്തിന്റെ ആവശ്യമില്ല. നാം ഈ വികസിത കോഴിക്കോടിന്റെ പ്രഖ്യാപനം NDA നടത്തുന്നത് നഗരഹൃദയത്തിലാണ്. 5 പതിറ്റാണ്ടോളം LDFന്റെ കുത്തക ഭരണം നടന്ന ഒരു കോർപ്പറേഷന്റെ യഥാർത്ഥ ചിത്രം ഇന്ന് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. എന്തുകൊണ്ടാണ് രാജ്യത്തെ മുഴുവൻ നഗരസഭകളും വികസനത്തിൽ നിന്ന് വികസന കുതിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് പുറകോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അപ്പുറം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ പലതവണ കേട്ടു, ഓരോ സംസ്ഥാന ബഡ്ജറ്റ് വരുമ്പോഴും പറയും മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു കോഴിക്കോടിനെ വികസിപ്പിച്ചെടുക്കാൻ. ഇതായിരുന്നു കഴിഞ്ഞ കുറേ ബഡ്ജറ്റുകളിൽ കേരളം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വളരെ സമർത്ഥമായി ഈ പ്രഖ്യാപനം കോഴിക്കോട്ടെ എല്ലാ വീടുകളിലും എത്തിച്ച് ഇവിടുത്തെ വോട്ടർമാരെ എങ്ങനെ വഞ്ചിക്കാം എന്നുള്ളതിന്റെ ഗവേഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ വളരെ കൃത്യമായും രാവിലെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ന് ഏതെങ്കിലും ഒരു LDFന്റെ നേതാവും അല്ലെങ്കിൽ മേയറോ ഡെപ്യൂട്ടി മേയറോ ഈ തെരഞ്ഞെടുപ്പിൽ നിവർന്നു നിന്ന് ജനങ്ങളോട് സംവദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 95% കയ്യൊപ്പും സാക്ഷാൽ നരേന്ദ്രമോദിജിയുടേതാണ് എന്നുള്ളതിൽ രണ്ടഭിപ്രായം ആർക്കും വേണ്ട. അതിവിടുത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചിരിക്കുകയാണ്. പകരം ഞങ്ങൾ ചോദിക്കുന്നത്, 48 കൊല്ലം ഭരണത്തിലിരുന്ന് ഈ 48 കൊല്ലവും നിങ്ങൾ കോഴിക്കോട്ടെ ജനതയോട് പറഞ്ഞു ഞങ്ങൾ മെട്രോ നഗരമാക്കും. എവിടെ പ്രിയപ്പെട്ട മേയറെ കോഴിക്കോട് മെട്രോ നഗരം? പിന്നീട് നിങ്ങൾ പറഞ്ഞു ഇവിടെ ഞങ്ങളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷനെ ഞങ്ങൾ മാറ്റിയെടുക്കും. ആദ്യം പറഞ്ഞത് ഈ ടൗണിൽ യുവാക്കളുടെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കുന്ന തരത്തിൽ അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ള നിലക്ക് ഇവിടെയുള്ളൊരു സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. എവിടെയാണ് ആ സ്റ്റേഡിയം എത്തിയിരിക്കുന്നത്? പിന്നീട് നമ്മൾ പറഞ്ഞു പറ്റിച്ചത് ഈ കനാൽ സിറ്റി പ്രൊജക്റ്റാണ്. കോഴിക്കോട് നഗരത്തിൽ കനാൽ സിറ്റി പ്രൊജക്ട് ഞങ്ങൾ ആരംഭിക്കും. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. ഒരു വർഷം മുമ്പ് അദ്ദേഹം ഈ 11.4 കിലോമീറ്റർ ദൂരമുള്ള കനോലി കനാൽ അത് വിപുലീകരിക്കാൻ 600 കോടി രൂപയോളം പ്രഖ്യാപിച്ചു. ഇന്ന് ഈ കോഴിക്കോട് ടൗണിന്റെ രോഗവാഹിനിയാണ്, കൊതുകുൽപാദന കേന്ദ്രമാണ് ആ കനോലി കനാൽ. മറ്റൊന്ന് സിറ്റി നമ്മുടെ റോഡ് നഗരപാത വികസനമാണ്. നഗരപാതയുടെ കാര്യം ഒരുപക്ഷെ ഈ ഒരു കോഴിക്കോടിന്റെ സമൂഹത്തോട് പറയേണ്ട ആവശ്യമില്ല. ഒരു മഴ പെയ്താൽ ഇത് റോഡാണോ ഇത് തോടാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പോലും അറിയില്ല. ഇതാണ് അതിന്റെ ദുരാവസ്ഥ. ഇവിടെ ബേപ്പൂർ പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കോഴിക്കോടിന്റെ അഭിമാനകരമായിട്ടുള്ളൊരു പോർട്ടാണ്. രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള പോർട്ടാണ്. ആ ബേപ്പൂർ പോർട്ടിന്റെ വികസനം ഇന്ന് അനാഥമാണ്. സൈബർ പാർക്ക് എന്ന് പറഞ്ഞ് കെട്ടിഘോഷിച്ചു കൊണ്ടുവന്ന സൈബർ പാർക്കിന്റെ ഒരു വിപുലീകരണവും ഇവിടെ നടന്നില്ല.
മെഡിക്കൽ കോളേജിൽ ഒരു ബസ് സ്റ്റാൻഡ് തരുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ തറക്കല്ലിട്ട് പോയി. ഇന്ന് എന്തായി എന്നുള്ളതിന്റെ ചോദ്യം ചോദിച്ചാൽ ഇവിടെയുള്ള ഭരണകർത്താക്കൾ ഒളിച്ചോടുകയാണ്. മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡും പാളയം ബസ് സ്റ്റാൻഡും ഒരു വിപുലീകരണവും നടക്കാത്ത ഒരു സിറ്റി. നമ്മുടെ കോഴിക്കോടിന്റെ സ്വപ്ന പദ്ധതിയായിട്ട് എയർപോർട്ടിലേക്ക് ഒരു 4 വരി പാതയുള്ള റോഡ് പ്രഖ്യാപിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ആ റോഡ് കാണുന്നില്ല, പ്രഖ്യാപനവും കാണുന്നില്ല. ഇങ്ങനെ എടുത്തു പറയാൻ മാവൂർ ഗോളിയോ റയോൺസ് ഇന്ന് കുറുക്കന്റെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ്. അതേപോലെ ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങളോട് ഞാൻ പ്രസംഗിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ പ്രസംഗവേദിയിൽ നിന്ന് 500 മീറ്റർ അപ്പുറത്തുള്ള എന്താണ് കോഴിക്കോടെന്നും എന്താണ് ഭാരതമെന്നും ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കോംടസ്, ആ കോംടസ് ഇന്ന് ഇവിടുത്തെ CPIM നേതാക്കളുടെ ബിനാമി ഇടപാടുകളുടെ കേന്ദ്രമായി തകർന്നു തരിപ്പണമായിരിക്കുന്നു. ഇതാണ് ഏകദേശം ഒരു ചിത്രം. ഇതിനിടയിലാണ് പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി 6.5 മാസം മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ നേതാവും നിവർന്നു നിന്ന് ജനങ്ങളോട് സംവദിക്കാത്ത ഒരു മുദ്രാവാക്യം, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിച്ചത്. നമ്മളെല്ലാവരും ആവേശത്തോടുകൂടി വികസനമാണ് വേണ്ടത്, വിവാദങ്ങളല്ല. ഒരു ഭാഗത്ത് വികസനം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ നിങ്ങൾ ഇവിടെ വിവാദങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു നേരത്തെ സൂചിപ്പിച്ച 95% കോഴിക്കോട് കോർപ്പറേഷന്റെ വികസനം അത് ഞങ്ങൾ എണ്ണി ഞങ്ങൾ പറയും. ഈ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 82,000 വീടുകളിലുള്ള ടാപ്പ് കണക്ഷൻ എന്നുള്ള നിലയിൽ നിന്നും മാറ്റം വന്ന് 1,23,000 പുതിയ കണക്ഷൻ ഈ ജില്ലയിൽ കൊടുത്ത് ഇന്ന് കേവലം 6 കൊല്ലം കൊണ്ട് ഈ ജില്ലയിലെ ടാപ്പ് വാട്ടർ കണക്ഷൻ എന്ന് പറയുന്നത് 2,05,000. ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ 4,934 പുതിയ വീടുകൾ നരേന്ദ്രമോദിജിയുടെ PMAY പദ്ധതിയിലൂടെ കൊടുത്തു. ഈ നഗരസഭയ്ക്ക് കീഴിൽ 30,000 ടാപ്പ് വാട്ടർ കണക്ഷൻ അമൃത് പദ്ധതിയിലൂടെ കൊടുത്തു. ഈ ജില്ലയിൽ ഇന്ത്യ രാജ്യത്ത് 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യം കൊടുക്കുമ്പോൾ അത് കേരളത്തിൽ 1,52,00,000 നിൽക്കുമ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ 13,93,000 പേർക്കാണ്. സമാനമാണ് കേരളത്തിൽ 36 ലക്ഷം പേർക്ക് കിസാൻ സമ്മാൻ നിധി കൊടുക്കുമ്പോൾ ഈ ജില്ലയിൽ അത് 2,19,600 പേർക്കാണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് വലിയ വികസനം ജില്ലയിൽ ഉടനീളം നടക്കുന്നു. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, 2004 മുതൽ 14 വരെ ഇന്ത്യ രാജ്യത്ത് UPA കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുമ്പോൾ കേരളം CPIMോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവരെ പിന്തുണക്കുന്നത്? അപ്പോ പറഞ്ഞു, ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. ഞങ്ങൾ വിചാരിച്ചു ഇവിടെയൊക്കെ വലിയ വികസനം കൊണ്ടുപോരും. ഇന്ന് പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയിൽവേ വിപ്ലവം 450 കോടി രൂപയുടെ വികസനം ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ സ്റ്റേജിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുമ്പോൾ കോഴിക്കോടിന്റെ പൊതുസമൂഹം ആത്മാർത്ഥമായി ചിന്തിക്കുകയും ചിന്തിക്കാത്തവരോട് നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 10 കൊല്ലം നിങ്ങൾ ഒരുമിച്ച് ഭരിച്ചപ്പോ ഈ 450 കോടി പോട്ടെ, അതിന്റെ ഒരു 10% 45 കോടി രൂപ ഈ കോഴിക്കോട്ടിന്റെ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? രണ്ടാമത് അവിടെ നിന്ന് മാറി മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ 195 കോടി രൂപയുടെ PMSSY ബ്ലോക്ക്, 500 ബെഡ്, 19 ICU അറ്റാച്ച്ഡ് ഓപ്പറേഷൻ തിയേറ്റർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേപോലെ സംഭാവന നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കേന്ദ്രം ഭരിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ 65,000 കോടി രൂപയുടെ ദേശീയപാതയുടെ വികസനം. ഇവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ഉയർത്തുന്നത്. കേരള സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിൽ നിരന്തരമായി നിങ്ങൾ പ്രഖ്യാപിച്ച കോഴിക്കോട് സിറ്റിക്ക് വേണ്ടിയുള്ള മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി എവിടെ പോയി? അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 3 വികസന പദ്ധതിയുടെ ഗുണഭോക്താക്കളാകേണ്ടത് ഈ കോഴിക്കോട്ടെ ജനങ്ങളാ. ഒരു റോഡുണ്ടോ? മാന്യമായിട്ടൊരു റോഡ് എന്ന് പറയാൻ ഇതിനിടയിൽ പോലും ഒരു കണക്ടിവിറ്റി ഇല്ലാതെ
രാജ്യം മുഴുവൻ എയർ കണക്ടിവിറ്റിയും വാട്ടർ കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ നരേന്ദ്രമോദിജി കൊടുത്ത പദ്ധതിയുടെ ഒരു ഗുണം പോലും ജനങ്ങളിൽ എത്തിക്കാൻ ഒരു റോഡ് പോലും പണിയാത്ത ഒരു പൊതുമരാമത്ത് മന്ത്രിയാണ്. കോഴിക്കോട്ട് നടക്കുന്ന വികസനം എന്താണെന്ന് ചോദിച്ചാൽ പാലത്തുമ്മൽ പോയി പെയിന്റ് അടിക്കുക, അതിന്റെ മുകളിൽ ലൈറ്റ് പിടിപ്പിക്കുക, കുറെ ഫെസ്റ്റ് നടത്തുക, ഇതല്ലാത്ത എന്ത് വികസനമാണ് മുഹമ്മദ് റിയാസും കേരളത്തിന്റെ ഭരണകൂടവും ഈ മേയറും തന്നിട്ടുള്ളത്? കുടിവെള്ളം കൊടുക്കുന്നത് നരേന്ദ്രമോദി, വീട് കൊടുക്കുന്നത് നരേന്ദ്രമോദി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോഴിക്കോട്ട് നഗരവീഥികളിലെല്ലാം കോർപ്പറേഷന് ഭരണ തുടർച്ച വേണം. ഞങ്ങൾ ആരംഭിച്ച 3 ഏറ്റവും വലിയ പദ്ധതികൾ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ പദ്ധതി സെൻട്രൽ മാർക്കറ്റിന് 55 കോടി രൂപ കൊണ്ട് ഞങ്ങൾ നവീകരിക്കുന്നു. പ്രിയപ്പെട്ട മേയർ പ്രൊഫസർ ബീന ഫിലിപ്പിനോടും ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദോടും ചോദിക്കുന്നത്, നിങ്ങൾ ഈ ടൗണ് നിരത്തി 55 കോടി രൂപയുടെ ഫ്ലെക്സ് വെക്കുമ്പോ ആ 55 കോടിയിൽ പ്രിയപ്പെട്ട ജോർജ് കുര്യൻജി കേന്ദ്രമന്ത്രി കൊടുത്ത മത്സ്യസമ്പദ് യോജനയിൽ പെട്ട 55 കോടിയല്ലാതെ 1 രൂപ നിങ്ങളുടെ ഗവൺമെന്റിന്റെതുണ്ടോ? രണ്ടാമത് നിങ്ങൾ പറയുന്നത് ഈ നമ്മുടെ ബീച്ചിലുള്ള കച്ചവടമാണ്. സ്ട്രീറ്റ് വെണ്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള 90 കട, അതിൽ 2,40,00,000 രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട്. NULM നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ ഫണ്ടാണ് 2,40,00,000. 1,05,00,000 രൂപയാണ് നിങ്ങളുടെ പങ്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്ത് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന് പറഞ്ഞുകൊണ്ട് മതവും ജാതിയും രാഷ്ട്രീയവും നോക്കാതെ നരേന്ദ്രമോദിജി വികസനം കൊണ്ടുവരുന്നു. ഈ കോർപ്പറേഷനിൽ ഞങ്ങൾ 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സ്ഥാപിച്ചു എന്നാണ് മറ്റൊരു പ്രഖ്യാപനം. പ്രിയപ്പെട്ടവരെ, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നത് 100% സെൻട്രൽ ഫണ്ടാണ്, സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഒരു നയാ പൈസ ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നതല്ലാതെ ഈവൻ വാടക പോലും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതിയാ. ഇതാണ് ഇവരുടെ വികസനം. അതാ ഞാൻ സൂചിപ്പിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനം, മലിനജല സംസ്കരണം, ഓട വൃത്തിയാക്കൽ, പുതിയ ബസ് സ്റ്റാൻഡിലുള്ള എസ്കലേറ്റർ എന്നുവേണ്ട കുട്ടികളുടെ പാർക്ക് വരെ നവീകരിക്കാനുള്ള പണം നരേന്ദ്രമോദി കൊടുക്കുന്ന ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ വീടാന്തരം ഞങ്ങൾ കയറി ചോദിക്കുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ മാലിന്യ പ്രശ്നം അവിടെ പരിഹരിക്കുമോ? നിങ്ങളുടെ ABC പദ്ധതി എന്ന് പറഞ്ഞ് തെരുവ് നായ്ക്കളുടെ കടി ഓരോ ദിവസവും 10-12 പേർക്ക് കൊള്ളുമ്പോ എന്തുകൊണ്ട് ഇതിന് പരിഹാരമാകുന്നില്ല? ഇതിന് മാറ്റം വരണം. ഇതിന് മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. കോഴിക്കോടിന്റെ പാരമ്പര്യം, ഈ രാജ്യത്തെ മുഴുവൻ കോർപ്പറേഷനുകളും വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് പോകുമ്പോ, ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള മേൽപ്പാലങ്ങൾ വരുമ്പോ, ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള റോഡുകൾ വരുമ്പോ, വികസന പദ്ധതികൾ വരുമ്പോ എന്തുകൊണ്ട് ഈ കോഴിക്കോട് കോർപ്പറേഷൻ പുറകോട്ട് പോകുന്നു? ഈ കോഴിക്കോടിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഫണ്ടിൽ 39% മാത്രമാണ് കഴിഞ്ഞ തവണ ചെലവഴിച്ചതെന്ന് പറയുമ്പോൾ ഇവർ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത്? ഒരു ഭാഗത്ത് ഡിജിറ്റൽ അഴിമതി, എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ അഴിമതിയാ കോഴിക്കോട് കോർപ്പറേഷനിൽ. പാസ്വേഡ് ചോർത്തി 100 കണക്കിന് കെട്ടിടങ്ങൾക്ക്, വ്യാജ കെട്ടിടങ്ങൾക്ക്, നിയമവിരുദ്ധ കെട്ടിടങ്ങൾക്ക് നമ്പർ കൊടുക്കുക. വിരമിക്കുന്നതിന്റെ തലേ ദിവസം ഇവിടുത്തെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ 56 ലക്ഷം രൂപയോടുകൂടി പിണറായി വിജയന്റെ വിജിലൻസ് പിടികൂടിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സഹികെട്ടായിരിക്കും അത് പിടിച്ചിട്ടുള്ളത്? ഇതാണ് ഞങ്ങൾ പറയുന്നത്. പുതിയൊരു സങ്കല്പം അവിടെ ഉയരണം. കോഴിക്കോട് വികസിക്കണം. നമ്മുടെ ഭാവി തലമുറ, ആ തലമുറയ്ക്ക് വേണ്ടി വരാനിരിക്കുന്ന നമ്മുടെ നാടിന്റെ വികസനങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് എന്തുകൊണ്ട് മാറി മാറി ഭരിച്ച കേരളം ഭരിച്ചവർക്കും കോർപ്പറേഷൻ ഭരിച്ചവർക്കും സാധിച്ചിട്ടില്ല? ഇതിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് അത് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനോട് അവതരിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് വികസനമാണ് വേണ്ടത്. ഈ നാട് വികസിക്കണം, ഓരോ വാർഡും വികസിക്കണം, ഓരോ വീടും വികസിക്കണം. ഇവിടുത്തെ പുതിയ തലമുറ ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കണം. ആ പോരാട്ടമാണ് കഴിഞ്ഞ 7 മാസക്കാലമായി കേരളത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രഖ്യാപനവും ആ സംഗമവുമാണ് ഇന്ന് ഈ ചരിത്ര മണ്ണിൽ കോഴിക്കോടിന്റെ വിരിമാറത്ത് നടക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു,
കോഴിക്കോട്ട് ഭരണകൂടത്തിലേക്ക് വരേണ്ടത്, ഭരണത്തിലേക്ക് വരേണ്ടത് കോഴിക്കോട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരാണ്, ഈ നാടിനോടൊപ്പം നിൽക്കുന്നവരാണ്, ഈ നാടിനെ പുറകോട്ട് വലിക്കുന്നവരല്ല, ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഇടപെടുന്നവരാണ്. അത് ഈ രാജ്യത്ത് വികസനം എന്താണെന്ന് കാണിച്ചു കൊടുത്ത നരേന്ദ്രമോദിജിയുടെ വാക്കുകളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പോരാട്ടത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഡിസംബർ മാസം 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും. ആര് ചെറുത്താലും ആര് തടുത്താലും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങ്, ഈ വികസിത കോഴിക്കോട് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. വേദിയിലും സദസ്സുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വികസിത കോഴിക്കോട് കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രകാശ് ബാബുജി ജില്ലാ പ്രസിഡന്റ് നന്നായി അവതരിപ്പിച്ചു. ഞങ്ങൾ എന്താണ് ജനങ്ങൾ മുമ്പിൽ വയ്ക്കുന്നത്, എന്തു പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം നന്നായി വ്യക്തമായി അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. തുടക്കത്തിൽ ഞാൻ ഇവിടെ വന്ന BJP NDA സ്ഥാനാർത്ഥികളെ എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിൽ അഭിനന്ദനം പറയുന്നു. അവർക്ക് എല്ലാവിധ ആശംസകൾ അറിയിപ്പിക്കുന്നു. അതിൻ്റെ ഒപ്പം അവരെ ജയിപ്പിക്കാൻ പാർട്ടിൻ്റെയും NDAൻ്റെയും പ്രവർത്തകര്, അവർ അധ്വാനിക്കുന്ന ഈ പ്രവർത്തകർക്ക് ഞാൻ എൻ്റെ നമസ്കാരം പറയുന്നു. പ്രകാശ് പറഞ്ഞ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയാം. ഇതൊരു നിർണായകമായ ഇലക്ഷനാണ്. അത് BJP NDAയ്ക്കല്ല, ഇത് നിർണായകമായ ഇലക്ഷനാണ് കോഴിക്കോടിന്റെ ഭാവിക്ക് വേണ്ടി. ഈ ഇലക്ഷനിൽ കോഴിക്കോട് ജയിക്കണം. കുറച്ചു കാലമായിട്ട് ഇവിടെ ഭരിക്കുന്ന LDF എത്രയോ വാഗ്ദാനം തന്ന് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ഇന്ന് ആരോട് ചോദിച്ചാലും എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി എന്താണ്? ഒന്നും ശരിയാവുന്നില്ല, ഒന്നും ശരിയായിട്ടില്ല, ഒന്നും ശരിയാവുന്നില്ല. അതിന് തെളിവ് ഞാൻ 2-3 കാര്യങ്ങൾ മുമ്പോട്ട് പറയുന്നു. ഇന്നും 3.5 ലക്ഷം വീട്, കുടിവെള്ളമില്ലാത്ത വീടുകളുണ്ട് ഈ ജില്ലയിൽ. റോഡിന്റെ സ്ഥിതി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ LDF, അതും ശരിയായിട്ടില്ല. നമ്മൾ 2025-ലാണ് ജീവിക്കുന്നത്. ഇത് പണ്ട് കാലമൊന്നല്ല. ഇന്നും കോഴിക്കോട് പോലെ ഒരു നഗരത്തിൽ തെരുവുനായന്റെ ശല്യം ഒരു കൊല്ലത്തിൽ മാത്രം 56,000 തെരുവുനായ കേസസാണ്, ഇരകളാണ് ഇവിടെ. ശരിയായോ? എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ LDF അല്ല ഭരിക്കുന്നത്. മാലിന്യം എവിടെ നോക്കിയാലും, ഞാൻ ഇപ്പോ 6-7 മാസമായിട്ട് എല്ലാ ജില്ലയിലും പോകുന്നുണ്ട്, എല്ലാ നഗരത്തിൽ സഞ്ചരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, കാണുന്നുണ്ട്. LDF എവിടെ ഭരിക്കുന്നു, മാലിന്യത്തിന്റെ